യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. നീ ദൈവവചനത്തെ ഉയർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. വചനത്തോട് അനുസരണം കാണിച്ചാൽ അവിടെ ദൈവാനുഗ്രഹമുണ്ട്. ദൈവം അബ്രാമിനോട് പറഞ്ഞു, പുറപ്പെടുക, നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെടുക. ദൈവശബ്ദത്തോട് അനുസരണം കാണിച്ച അബ്രഹാം കണ്ടത് ദൈവാനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനത്തോട് നിങ്ങൾ പ്രതികരിച്ചാൽ, വചനപ്രകാരം ചുവടുകൾ വെച്ചാൽ, ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. യേശു കർത്താവ് തന്നെ അനുഗമിച്ച തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, പോകുവിൻ. യേശു കർത്താവ് അവരോട് പോകാൻ പറഞ്ഞു. എന്തിനാണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെടുവിൻ. നിങ്ങൾ ലോകം മുഴുവനും കടന്നുപോയി സുവിശേഷം പങ്കുവയ്ക്കുവിൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കുവിൻ. അവരെ ശിഷ്യരാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പുറപ്പെടുവിൻ എന്നാണ് ഇന്ന് പകൽ ദൈവം നമ്മോട് പറയുന്നത്. എന്തിനു വേണ്ടി പുറപ്പെടണം? പോകുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. എങ്ങോട്ടാണ് പോകേണ്ടത്? താൻ കടന്നു ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് യേശു അവരെ അയച്ചു. നിങ്ങൾ ഭവനങ്ങൾ തോറും കയറിയിറങ്ങി സുവിശേഷം പങ്കുവയ്ക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുവാനുള്ള വാക്ക് ദൈവം നിങ്ങളുടെ നാവിൽ തന്നിരിക്കുകയാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു വിടുവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തു രക്ഷകനാണ്, സമാധാനം നൽകുന്ന ദൈവമാണ്. നിങ്ങളത് പറയാൻ മനസ്സ് വെച്ചാൽ, ചുവട് വെച്ചാൽ, നിശ്ചയമായും നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ദേശം മാത്രമല്ല, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് പകൽ എത്ര പേർ ദൈവവചനത്തോട് പ്രതികരിക്കും? പ്രിയപ്പെട്ടവരെ, സുവിശേഷം വിശ്വസിക്കുന്ന ഏതു മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. മരണത്തെ ജയിച്ച സന്ദേശം, പാപത്തെ ജയിച്ച സന്ദേശം, ശാപത്തെ ജയിച്ച സന്ദേശം. പ്രിയപ്പെട്ടവരെ, അത് സർവ്വലോകത്തിനുമുള്ളതാണ്. നിങ്ങൾ പറയുവിൻ, നിങ്ങൾ പുറപ്പെടുവിൻ. ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുവാൻ, ദൈവം നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്യുവാൻ ഇന്ന് പകൽ മനസ്സ് വെച്ചാൽ, ചുവട് വെച്ചാൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ പങ്കാളികളാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.